ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി പാഠം 12 എക്സസൈസസ് തമാരീൻ. ഇഖ്റ വക്തുബ്, വായിക്കുക എഴുതുകയും ചെയ്യുക. കൈഫ ഹാലുക് യാ അബി, അല്ലയോ എൻ്റെ ഉപ്പ, നിങ്ങൾക്കെങ്ങനെയുണ്ട്. അപ്പോൾ ഉപ്പയാകുമ്പോൾ കൈഫ ഹാലുക്ക. ഓക്കെ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ കാക്കി വ്യക്താക്കൂല. അറബി സംസാരിക്കുമ്പോൾ കൈഫ ഹാലുക് യാ അബി എന്നാണ് പറയാം. പക്ഷെ ശരിക്കും പറയേണ്ടത് കൈഫ ഹാലുക്ക യാ അബി. അടുത്തത് കൈഫ ഹാലുക്ക യാ അബി. ഇനി അടുത്തത് കൈഫ ഹാലുക്കി യാ ഉമ്മി. ഓക്കെ. അപ്പോൾ സംസാരിക്കുമ്പോൾ കൈഫ ഹാലുക് യാ ഉമ്മി. പക്ഷെ ശരിക്കും പറയേണ്ടത് കൈഫ ഹാലുക്കി യാ ഉമ്മി. അല്ലേ ഉമ്മ, എൻ്റെ ഉമ്മ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്. അപ്പോൾ ആണാകുമ്പോൾ ഹാലുക്ക, പെണ്ണാകുമ്പോൾ ഹാലുക്കി. ഐന ഇബ്നുക്കി യാ സൈനബു, അല്ലയോ സൈനബെ, നിൻ്റെ മകൻ എവിടെ. അപ്പോൾ സൈനബ് പെണ്ണായതുകൊണ്ട് ഇബ്നുക്കി. പിന്നെ ഇബ്നിൻ്റെ അലിഫ് ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ നടുക്ക് വരാണ്, ഐനക്ക് ശേഷം വരാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കൂല. അപ്പോൾ ഐന ഇബ്നുക്കി യാ സൈനബു. ദഹബ ഇലൽ മസ്ജിദി, മസ്ജിദിലേക്ക് പോയി. അവൻ മസ്ജിദിലേക്ക് പോയി. അപ്പോൾ സഹബൻ്റെ ഉള്ളിൽ തന്നെ അവനുണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സഹബ എന്ന് പറഞ്ഞാൽ തന്നെ അത് അവൻ പോയി എന്നാണ്. അപ്പോൾ ആരാ പോയത്? സൈനബിൻ്റെ മകൻ. അപ്പോൾ സഹബ ഇലൽ മസ്ജിദി. അപ്പോൾ സഹബ ജുംല ഫീലിയ, സഹബ ഫീൽ, ഫായിൽ ഹുവ മുസ്തത്തിർ, ഇല ഹർഫുജർ, അൽ മസ്ജിദി ഇസ്മ മജ്റൂർ, ജാറും മജ്റൂർ, ശിബ് ജുംല. ഖബർ എന്ന് പറയോ? ഇല്ല, കാരണം ഇത് ജുംല ഫീലിയാണ്, ഇതിന് മുബ്തദ ഇല്ല. അടുത്തത് ഐന ബിന്തുക്കി യാ ആമിനത്തു, അല്ലയോ ആമിന, നിൻ്റെ മകൾ എവിടെ. അപ്പോൾ ഐന ബിന്തുക്കി, ആമിന സ്ത്രീ ആയതുകൊണ്ട് ബിന്തുക്കി. സഹബത്ത് ഇലൽ മദ്രസത്തി, അവൾ മദ്രസയിലേക്ക് പോയി. അപ്പോൾ പെണ്ണാകുമ്പോൾ സഹബത്ത്, നേരെ മുകളിൽ ആണായപ്പോൾ സഹബ, പെണ്ണാകുമ്പോൾ സഹബത്ത്, അവൾ പോയി മദ്രസയിലേക്ക്. അപ്പോൾ സഹബ ഫീല്, ഫായില് ഹിയ അവൾ, മുസ്തത്തിർ. ഓക്കെ. അപ്പോൾ അവളാരാ? ആമിനൻ്റെ മകൾ. ലിമൻ ഹാദിഹി സാഅത്തുൽ ജമീലത്തു, ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ്. ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടെ. ലീ നമുക്കറിയാം യുടെ, ഇന്ത്യ എന്ന് പറയാനാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോൾ ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടെ. ഹാദിഹിക്ക് ശേഷം അലിഫുള്ള ഇസ്മ വന്നു, അസ്സാഅത്തു. അപ്പോൾ ഈ വാച്ച്, വാച്ച് പെണ്ണായതുകൊണ്ട് ഹാദിഹി, അസ്സാഅത്തു. അവസാനത്തെ അക്ഷരം താ മർബൂത്തിയാണ്, കെട്ടുള്ള താ ആണ്. അപ്പോൾ ഹാദിഹി. പിന്നെ അലിഫ്ലാമ് വന്നു സാഅത്തിന്. അപ്പോൾ ഈ വാച്ച്. അൽ ജമീലത്തു, അപ്പോൾ ഭംഗിയുള്ള. അപ്പോൾ വാച്ചിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ നാത്ത്. അപ്പോൾ സാഅത്തിന് അലിഫ്ലാമുള്ളതുകൊണ്ട് അൽ ജമീലത്തിനും അലിഫ്ലാമ്. സാഅത്തിന് താ മർബൂത്ത, കെട്ടുള്ള താ, മുഅന്നസിൻ്റെ അടയാളമുള്ളതുകൊണ്ട് ജമീലത്തിനും അവസാനം താ. സാഅത്ത് മർഫു ആയതുകൊണ്ട് ജമീലത്തും മർഫു. ഒറ്റ വാച്ചായതുകൊണ്ട് ജമീലത്തും ഏകവചനം. അഹിയ ലക്കി യാ ഫാത്തിമ, അല്ലയോ ഫാത്തിമ, അത് നിൻ്റെതാണോ. അഹിയ ആണോ അത്. ഹിയ എന്ന് പറഞ്ഞാൽ അത്. ആ സായത്ത് വാച്ച് പെണ്ണായതുകൊണ്ട് ഹിയ, ഹുവ എന്ന് പറയില്ല, ഹിയ. അപ്പോൾ അത് എന്ന് ആ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിയ. അപ്പോൾ അതാണോ ലക്കി, നിൻ്റെ, അല്ലയോ ഫാത്തിമ, യാ ഫാത്തിമ. നാം ഹിയ ലി,
നാം അതെ, ഹർഫു ജവാബ്, ഹിയ അത്, ലി എൻ്റെ തന്നെയാണ്. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ, ലി ഹർഫു ജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഹിയൻ്റെ ഖബറാണ് ലി. ഹിയ മുബ്തദഉൻ മർഫൂൻ, ആരംഭിക്കുന്ന ഇസ്മാണ് മുബ്തദ. ഹിയ നമുക്കറിയാം ലമീർ മുൻഫസിലാണ്, ഇസ്മാണ്. എല്ലാ ലമീറുകളും ഇസ്മാണ്. അപ്പോൾ ലമീർ മുൻഫസിൽ ഹിയ, ലമീർ മുൻഫസിലല്ല എപ്പോഴും മർഫൂ ആണ്, മബ്നിയാണ്. ഓക്കെ, അപ്പോൾ ഹിയ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ ഫത്തഹാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് മർഫൂ ആയത്? ഇത് മബ്നിയാണ്, മബ്നിക്ക് സ്വന്തമായ അടയാളില്ല. അപ്പോൾ ഇവിടെ അത് മുബ്തദയാണ്, അപ്പോൾ ഇത് മർഫൂ ആണ്. മറ്റൊന്ന് നമുക്കറിയാം, എല്ലാ ഇങ്ങനത്തെ ലമീർ മുൻഫസിലുകളും ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അനാ നഹ്നു, എല്ലാ ലമീർ മുൻഫസിലുകളും, ഈ ലമീർ മുൻഫസിലുകൾ മർഫൂ ആണ്. അഹാദ കലമുക്ക യാ മുഹമ്മദ്, നിൻ്റെ പേനയാണോ ഇത് അല്ലയോ മുഹമ്മദേ. അപ്പോൾ അഹാദ ഇതാണോ, കലമുക്ക നിൻ്റെ പേന, യാ മുഹമ്മദ്. അപ്പോൾ കലമു മുദക്കറായതുകൊണ്ട് ഹാദ. അപ്പോൾ ഉത്തരം എന്താ? ല, അല്ല, ഹർഫു നഫി. ഹാദ കലമുക്ക അന്ത, ഇത് നിൻ്റെ പേനയാണ്. പിന്നെ അന്താന്നിട, നീ തന്നെ പറയാൻ ഉറപ്പിച്ച് പറയാണ്, നിൻ്റെ പേന തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാനാണ് ഹാദ കലമുക്ക എന്നിട്ട് വീണ്ടും അന്താന്ന് പറഞ്ഞത്. ശരിക്കും ഹാദ കലമുക്ക എന്ന് പറഞ്ഞാൽ മതി. ഹാദ മുബ്തദഉൻ മർഫൂൻ, കലമു ഖബറുൻ മർഫൂൻ, വഹുവ മുദാഫ്, ക മുദാഫിലെ മജ്റൂർ. നമുക്കറിയാം ദമീർ മുത്തസിൽ കലമായ ഇസ്മിൻ്റെ കൂടെ ചേർന്നാൽ അത് മുദാഫിലിയാണ്. പിന്നെ അന്ത ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി പറയാണ്, ദമീർ മുൻഫസിലാണ് അന്ത. തിൽക സയ്യാറത്തുൽ ജമീലത്തു അല്ലത്തി ഖറജത് അലാന മിനൽ മദ്രസത്തി ലിൽ മുദീരി. അപ്പം നമുക്ക് ബാക്കോട്ട് പോകാം. മുദീറിൻ്റെതാണ് മദ്രസയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ള ആ ഭംഗിയുള്ള കാറ്. ഓക്കെ, ഇവിടെ അല്ലത്തി വന്നു. നമ്മൾ അല്ലതി പഠിച്ചിന്. അല്ലതി ഇസ്മ മൗസൂലാണ്. അല്ലതി യാതൊരുവൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ യാതൊരു വസ്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ ഉള്ള എന്ന് പറയാൻ നമ്മൾ പഠിച്ചതാണ്. അല്ലതി അത് പുല്ലിംഗാണ്, ഏകവചനാണ്. അതിൻ്റെ സ്ത്രീലിംഗം ഏകവചനാണ് അല്ലത്തി. അല്ലത്തി കാരണം ഇവിടെ കാറിനെ കുറിച്ചാണ് പറയുന്നത്. കാറ് സ്ത്രീലിംഗാണ്, അപ്പോൾ ആ കാറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അല്ലത്തി. കുറച്ച് മുസക്കർ പുല്ലിംഗ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അവിടെ അല്ലസി ഏകവചനം, ഇവിടെ സ്ത്രീലിംഗാണ് സയ്യാറത്ത്, ഏകവചനം, ഒറ്റ കാറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അല്ലത്തി. അപ്പോൾ ഇതെങ്ങനെ ഹല്ല് ചെയ്യുക? തിൽക മുബ്തദഉൻ മർഫൂൻ, അസയ്യാറത്തു അലിഫ്ലാമുള്ള ഇസ്മാണ്, തിൽക്കക്ക് ശേഷം ഇസ്മു ഇഷാരക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നു, അപ്പോൾ അത് ബദൽ. അൽ ജമീലത്തു അതിനെ വിശേഷിപ്പിക്കുകയാണ് ഭംഗിയുള്ളതെന്ന്, അപ്പോൾ അത് നാത്ത്. അല്ലത്തി ഇസ്മു മൗസൂൽ. ഖറജത് അൽ ആന മിനൽ മദ്രസത്തി സിലത്തുൽ മൗസൂൽ. നമുക്കറിയാം ഇസ്മ മൗസൂലിന് ശേഷം വരുന്ന സെൻറ്റൻസ് സിലത്തുൽ മൗസൂലാണ്. ലിൽ മുദീരി മുദീറിൻ്റെതാണ്. ലി ഹർഫുജർ, മുദീരി ഇസ്മ മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ തിൽക സയ്യാറത്തു ലിൽ മുദീരി എന്ന് പറഞ്ഞ സെൻറ്റൻസ് പൂർത്തിയായി. തിൽക സയ്യാറത്തു ആ കാറ് മുദീറിൻ്റെതാണെന്ന് പറഞ്ഞ സെൻറ്റൻസ് പൂർത്തിയായി. അങ്ങനെ തിൽക മുബ്തദഉൻ മർഫൂൻ, അസയ്യാറത്തു ബദൽ, ലി ഹർഫുജർ,
അൽ മുദീരി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ ആ കാറിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. അൽ ജമീലത്തു അതിനെ വിശേഷിപ്പിക്കുകയാണ്. അല്ലത്തി ഹറജ് പുറപ്പെട്ടിട്ടുള്ളതായ അൽ ആന ഇപ്പോൾ, മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് എന്നത് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ആ കാറിനെക്കുറിച്ച് പറഞ്ഞു തരാണ്. ഇപ്പോൾ ഇവിടെ ജമീലത്തിനകത്താണ് അല്ലത്തി ഇസ്മ മൗസൂൽ, ഹറജത്ത് അലാന മിനൽ മദ്രസത്തി സിലത്തുൽ മൗസൂൽ. ഇസ്മ മൗസൂൽ വന്നോ ഉടനെ സിലത്തുൽ മൗസൂൽ ഉണ്ടാവും. ഓക്കെ. മുദാഫ് വന്നോ മുദാഫ് ഇലൈഹി ഉണ്ടാവും. ഹർഫു ജർ വന്നോ ഇസ്മ മജ്റൂർ ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ദർഫിന് ശേഷം ഇസ്മ വന്നോ അപ്പോൾ അത് മുദാഫ് ഇലൈഹി മജ്റൂറാണ്. ഓക്കെ. അതുപോലെ ഇസ്മു മൗസൂൽ അല്ലത്തി അല്ലെങ്കിൽ അല്ലസി വന്നോ ഉടനെ സിലത്തുൽ മൗസൂൽ ഉണ്ടാവും. പിന്നെ ഖബർ വരുള്ളൂ. അപ്പോൾ സിലത്തുൽ മൗസൂൽ എന്തൊക്കെയുള്ള ഖറജത്ത് പുറപ്പെട്ടത്. അപ്പോൾ സയ്യാറത്ത് കാറ് സ്ത്രീലിംഗമായതുകൊണ്ട് ഖറജത്ത് പുറപ്പെട്ടു, അത് പുറപ്പെട്ടു. ഖറജത്ത്, ഖറജ എന്ന് പറയില്ല, മുസക്കർ അല്ല, ഖറജത്ത്. ഇനി ബുദ്ധി ഇല്ലാത്തതായതുകൊണ്ട് ഖറജ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ശരിക്കും പറയേണ്ടത് സയ്യാറത്തു ഖറജത്ത്. ഓക്കെ, അത് പുറപ്പെട്ടു. അലാന ലർഫ് ഇപ്പോൾ, ലർഫു സമാൻ സമയത്തെ സൂചിപ്പിക്കുന്ന ലർഫ് അലാൻ ഇപ്പോൾ. മീൻ ഹർഫുജർ അൽ മദ്രസത്തി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല. ഖബർ എന്ന് പറയൂല, കാരണം ഇത് സിലത്തിലുള്ളതാണ്, അതിനെ ഖബർ എന്ന് പറയൂല. ലിൽ മുദീരിയാണ് ഖബർ. ലി ഹർഫുജർ അൽ മുദീരി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. അടുത്തത് അന്ത മുഹന്ദിസുൻ യാ സയ്യിദി. സയ്യിദി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എന്നുള്ള രീതിയിലാണ് സയ്യിദി എന്ന് പറയാം. മിസ്റ്റർ, നിങ്ങൾ എഞ്ചിനീയർ ആണോ എന്ന് ചോദിക്കുക. അന്ത നീയാണോ മുഹന്ദിസുൻ എഞ്ചിനീയർ. ലാ അന തൊബീബുൻ അല്ല ഞാൻ ഡോക്ടറാണ്. ലാ ഹർഫു നഫി അന മുബ്തദഉൻ മർഫൂൻ തബീബുൻ ഖബറുൻ മർഫൂൻ. സിമ്പിളാണ്, നമുക്ക് അറിയുന്നതാണ്. അന്ത തൊബീബത്തുൻ യാ സയ്യിദത്തി. അപ്പോൾ ഇത് മിസ്റ്ററിന് പകരം സ്ത്രീ ആയതുകൊണ്ട് മിസ്സസ്. അപ്പോൾ ഡോക്ടറാണോ നീ എന്ന് ചോദിക്കുക. അപ്പോൾ പെണ്ണാകുമ്പോൾ അന്തി തൊബീബത്തുൻ. അന്തി നീയാണോ തൊബീബത്തുൻ ഡോക്ടർ, അതായത് സ്ത്രീയോട് ചോദിക്കുകയാണ്. അപ്പോൾ യാ സയ്യിദത്തി. ലാ അന മുദർരിസത്തുൻ. ലാ ഹർഫു നഫി അന മുബ്തദഉൻ മർഫൂൻ മുദർരിസത്തുൻ ഖബറുൻ മർഫൂൻ. ബാറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.